നിങ്ങൾ അത്യാവശ്യം നല്ലോണം കണ്ടന്റ് നിങ്ങൾ നാളെ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. തൽക്കാലം ഞാൻ ഇൻവെസ്റ്റും ചെയ്യുന്നില്ല, ഞാൻ മാർക്കറ്റ് സ്റ്റഡി സേ കോഴിക്കോട് നിങ്ങൾ നേരെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും പോകുന്നു. അതിൻ്റെ അകത്തൊക്കെ ഇട്ട് നിങ്ങൾ മാർക്കറ്റ് യെസ് നല്ലൊരു ബ്രാൻഡ് ആൾക്കാരൊക്കെ അറിഞ്ഞു. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു ആപ്പ് തുടങ്ങിയിട്ട് ചെയ്തുകൂടെ? അപ്പൊ നമുക്ക് ഈ 30-40% കമ്മീഷൻ പോയില്ലേ? ആപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഫുഡാണ്. ഫുഡ് പറഞ്ഞാൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 minutes കൊണ്ട് നിങ്ങൾ ടേബിളിൽ എത്തണം ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച്. ശരിയാണ്. ഇത് നമ്മൾ ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ പോലത്തെ ഇതാണെന്നുണ്ടെങ്കിലും 20 minutes മാക്സിമം, ദാറ്റ്സ് ഫൈൻ. സ്റ്റിൽ 20 minutes ഈസ് ഓക്കെ. നമ്മൾ പ്രോപ്പർ പാക്ക് ചെയ്തതൊക്കെയാണ്. കാരണം 20 minutes ഒക്കെ ആയിരിക്കും. കാരണം മാക്സിമം ഒരു 20 minutes താഴെ ആയിരിക്കും വീട്ടിലെത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു സിറ്റിയിൽ എല്ലായിടത്തും റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡെലിവറി ആളുകൾ വേണം? ഇപ്പോൾ ഒരാൾ ഇപ്പം നമ്മൾ തുടങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോ കോഴിക്കോട് നടക്കാവിലുള്ള നടക്കാവുന്ന ഈ സാധനം നമ്മൾ ഫറൂഖ് നമ്മൾ ഇങ്ങോട്ട് മാങ്കാവുക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു ഡെലിവറി ബോയ് ആണെന്നുണ്ടെങ്കിൽ അവൻ നമ്മൾ ഹയർ ചെയ്ത് അവനിപ്പോ ഇത് കൊടുത്ത് ഇത് ഇങ്ങനെ എത്തിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ പോയി വരണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഓർഡർ വന്നിക്കുന്നത് നമ്മൾ നടക്കാവിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഡിലേ വന്നു. അല്ല, പക്ഷെ അവിടെ നമുക്ക് ഡെലിവറി പാർട്ട്നേഴ്സിനെ യൂസ് ചെയ്യാം. അതാ പറഞ്ഞ ഡെലിവറി പാർട്ട്നേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് സർവീസ് ചാർജ് ഉണ്ട്. നമ്മുടെ ഓൺ പ്ലാറ്റ്ഫോം പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, ഓൺ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 2000-3000 രൂപ മാസം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സാസ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇനി നമ്മൾ ഒരു ആപ്പ് എടുക്കും, നമ്മളെ സ്വന്തമായിട്ടൊരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നമുക്ക് ഡെലിവറി ബോയ്സ് വേണം. ഡെലിവറി ബോയ്സിന് വേണ്ടി ഡെലിവറി പാർട്ട്നേഴ്സിനെ എടുക്കുന്നു. അതായത് ഡെലിവറി പാർട്ട്നേഴ്സ് ഈ സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും ഒക്കെ യൂസിങ് ഡെലിവറി പാർട്ട്നേഴ്സ്. അതായത് അതിന്റെ ഇടയിൽ അവരെ സ്റ്റാഫ് ആയിരിക്കൂല. അപ്പൊ നമ്മൾ ആ ഡെലിവറി പാർട്ട്നേഴ്സിനെ ആക്സസ് ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു ഈ സെയിം കോൺസെപ്റ്റ് ഞാൻ ഖത്തറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡിലല്ല. അല്ല, നമ്മളിവിടെ അപ്പോ ഫുഡ് ഡെലിവറി പാർട്ട്നേഴ്സ് നമുക്ക് അല്ലാണ്ട് നമുക്ക് അതായത് നമ്മൾ ഫുഡ് കൊടുത്താൽ മതി, അവരുകൊണ്ട് ഡെലിവറി ചെയ്തോളൂ. ഓക്കെ, സ്റ്റിൽ വി നീഡ് ടു പേ എ കമ്മീഷൻ ഉണ്ട്. പക്ഷെ ദാറ്റ് ഈസ് ഈ 20-30% അല്ല. അതായത് പെർ ഡെലിവറി ഒരു കോസ്റ്റ് ഉണ്ടാവും. അറൌണ്ട് 30 ഒരു 5 to 10 kilometers റേഞ്ചിൽ ഞാൻ മനസ്സിലാക്കിയത് 30 to 50 റുപ്യ വരെ ആയിരിക്കും ചാർജ്. അപ്പൊ അവിടെ ആവറേജ് ഓർഡർ വാല്യൂ കൂടിയാൽ മതി. ഇനി ഞാൻ ഇതിന് വേറൊരു സൈഡ് പറഞ്ഞു. എനിക്ക് പോലും ഈ ഒരു സംഭവം ഉള്ളത് അറിയില്ല. പബ്ലിക്കിന് എത്രത്തോളം അറിയും? ഇല്ല, അറിയില്ല. അതാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ അറിയിക്കാൻ ശ്രമിക്കും. അതായത് അത് മാത്രമല്ല, നിങ്ങൾക്കൊരു ഇതിൽ വേറൊരു കാര്യം സംഭവം വരുന്നത് പറഞ്ഞാല് ആളുകൾ വിശന്ന് കഴിഞ്ഞാലോ ഇതാക്കാനോ സ്വിഗ്ഗി സൊമാറ്റോ എടുക്കുള്ളൂ. നമ്മുടെ ലോക്കലായിട്ട് കമ്മീഷൻ കുറച്ചിട്ട് എന്തോരം ഡെലിവറി ഇതുകൾ വന്നു. ബട്ട് സ്റ്റിൽ അവർക്ക് കൺവേർഷൻ നടക്കാത്ത എന്താ വെച്ചാല് സ്വിഗ്ഗി സൊമാറ്റോക്ക് ഇത്രയും ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും എല്ലാ ഓപ്ഷൻസും എല്ലാവരും ഉണ്ടാവുന്ന സമയത്ത് കമ്പയർ ചെയ്യാനും വിസിബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലിടണം. അപ്പൊ നമുക്ക് ബിസിനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ എത്രത്തോളം ആളുകൾ ഡൗൺലോഡ് ചെയ്യും? കറക്റ്റ്, ശരിയാണ്. അതാണ് അതിൽ വലിയൊരു ചലഞ്ചാണ്. പക്ഷെ അവിടെ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്താൽ ആസ് എൻ ഇൻഫ്ലുവൻസർ യു ഹാവ് മോർ ദാൻ 500K or 1 million മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട്. അവിടെ നിങ്ങളൊരു യുണീക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു ആൻഡ് യുവർ പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ ഇൻ സ്വിഗ്ഗി സൊമാറ്റോ. പക്ഷെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഹോൾ ട്രൂത്ത് ഫുഡ്സിന്റെ വലിയ ഫാനാണ്. കാരണം ക്ലീൻ ഫുഡ് എന്നുള്ളത് ഞാൻ ആദ്യത്തിൽ വാങ്ങിച്ചത് ആമസോൺ വഴിയാണ്. പക്ഷെ പിന്നീടൊക്കെ വാങ്ങിച്ചത് അവരെ സ്വന്തം വെബ്സൈറ്റ് വഴിയാ. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതേപോലെയല്ല നമ്മൾ ഫുഡ് ബിസിനസ്സിന്റെ എന്ന് പറഞ്ഞ് വരുന്നത്. ഈ പറഞ്ഞ പോലെ ആളുകൾ എപ്പോഴും നമ്മളൊരു ആപ്പ് എടുക്കുന്നു, നമ്മൾ കമ്പയർ ചെയ്യുന്നു, ഇങ്ങനെ നോക്കുന്നു. ആ ഒരു കൺവീനിയൻസ് എന്നുള്ളതും പിന്നെ മേ ബി ഫ്യൂച്ചറിൽ ചേഞ്ച് ആവാം. കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ സംഭവങ്ങൾ ഇത്രയും കോമൺ ആവുന്ന സമയത്ത് കോമൺ ആവുന്നത് കാരണം നമ്മുടെ ഇപ്പൊ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആപ്പ് ഉണ്ട്. നമ്മൾ അതുവഴി ഒന്നും ഓർഡർ ചെയ്യലില്ലല്ലോ. ശരിയാണ്. പക്ഷെ അവിടെ ഒന്നും അവർ കണ്ടന്റ് ചെയ്യുന്നില്ല. അതാ പറഞ്ഞേ. അപ്പൊ ഇത് ആളുകളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. എക്സാക്ട്ലി. ആളുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്, നമുക്ക് ഇത്രയൊന്നും ഇല്ലാണ്ട്. പക്ഷെ ഇതൊരു സംഭവിക്കാൻ പോണ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇതൊരു ബിസിനസ്സാ. എന്ത് ബിസിനസ് എങ്ങനെയാണ്? ഡിമാൻഡ് കൂടുമ്പോ ഇപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നും ആദ്യം ചാർജ് ചെയ്തിരുന്നല്ല, പിന്നെ ശരിയാണ്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളൊരു ടീമിന് റിലേ ചെയ്യുന്നു.
അതിന് ഡിമാൻഡ് കൂടുന്ന സമയത്ത് അവരും ഇതിന്റെ ചാർജസ് എല്ലാം കൂട്ടും എന്നുള്ളതൊരു സത്യം. ഇപ്പൊ ഞാൻ നോക്കുന്നത് ഈ ഒരു മോഡലിൽ ആൾക്കാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഐ എം ഗോയിങ് ടു ട്രൈ ഇറ്റ് വിത്ത് എ ഫ്യൂ റെസ്റ്റോറൻറ്റ്സ്. ആഫ്റ്റർ ദിസ് പോഡ്കാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.